ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെക്വയർ കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ്. ഇന്നത്തെ വീഡിയോയിലും കൂടുതലും ബോഗൺവില്ല പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഉള്ളത്. മുമ്പത്തെ വീഡിയോസിൽ കാണിക്കാത്ത വെറൈറ്റീസ് ആണ് ഇന്നത്തേതിൽ. ഈ ഒരു ജാനുവരി തുടങ്ങി ശരിക്കും ബോഗൺവില്ലയുടെ സീസൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരുമാതിരി എല്ലാ ബോഗൺവില്ല പ്ലാന്റ്സിലും എല്ലായിടത്തും തന്നെ പൂവായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ കടലാസ് ചെടി ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടെന്നുള്ളത് എനിക്ക് ഓർഡേഴ്സ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. 1000 മീതിയൊക്കെ റേറ്റ് വരുന്ന ബോഗൺവില്ല പ്ലാന്റ്സ് പൊതുവേ ഞാൻ സെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്താറില്ല. ഒത്തിരി പേര് ആഗ്രഹിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഡയറക്റ്റ് പോയി വാങ്ങാൻ പറ്റുമെന്നുള്ളവർക്കാണെങ്കിൽ ഞാൻ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ പതിവ് പോലെ തന്നെ ഇന്നത്തെ വീഡിയോയും എല്ലാവരും ആദ്യ അവസാനം കാണുക. ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഏതെങ്കിലുമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഓർഡർ തരിക. പിന്നെ ഓർഡർ തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാവേ. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്നുള്ളത് നിങ്ങൾ ഓർഡർ തരുമ്പോൾ തന്നെ ഒന്ന് എഴുതിയിടുക. എല്ലാ പ്ലാന്റ്സിൻ്റെ തന്നെ ID ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതായ പ്ലാന്റ്സിൻ്റെ പേരൊന്ന് എഴുതിയിട്ടാൽ മതി. ഇനി അങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി. പക്ഷേ വോയിസ് മെസ്സേജ് അയക്കുമ്പം ഒത്തിരി മെസ്സേജുകൾ അയക്കരുത് കേട്ടോ. ഒരൊറ്റ മെസ്സേജിൽ അല്ലെങ്കിൽ 2 മെസ്സേജിൽ ഒതുക്കി പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയണേ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴേ ഞാനത് കാണുന്നത് എൻ്റെ പാക്കിങ്ങിൻ്റെ തിരക്കും അതുപോലെ വീട്ടിലും അത്യാവശ്യം പണികളുണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും ഞാനത് നോക്കുക. ഞാൻ എപ്പോഴും മെസ്സേജ് നോക്കണത് ഏറ്റവും താഴെ നിന്നാണ്. അതായത് ആദ്യത്തെ മെസ്സേജ് ഏറ്റവും താഴെ ആയിരിക്കില്ല കിടക്കുക. അപ്പോൾ ചിലവർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മെസ്സേജ് ഇട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ അത് കാണാനില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ അവർ എൻ്റെ മെസ്സേജ് എന്താ നോക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് കൂടി അങ്ങ് ഇടും. അപ്പോൾ എന്താ സംഭവിക്കുക, താഴെ കിടക്കുന്ന മെസ്സേജ് പിന്നെ മുകളിലേക്ക് കയറിപ്പോവും. അപ്പോൾ പിന്നെയും ഞാനത് കാണാനായിട്ട് വൈകുകയല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് മെസ്സേജസ് ഇടാതിരിക്കുക. ഞാൻ എങ്ങനെയായാലും കാണും, നിങ്ങൾക്ക് മറുപടി തരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സെയിലിനുള്ള ചെടികൾ കണ്ടാലോ. ആദ്യത്തെ വെറൈറ്റി ബോഗൺവില്ലയിൽ ഒരു മിനിയേച്ചർ ടൈപ്പാണ്. സ്റ്റാർ പർപ്പിൾ എന്ന് പേരുള്ള ഈ പ്ലാന്റിൻ്റെ പൂക്കളും ഇലകളൊക്കെ ചെറുതായിരിക്കും, പക്ഷെ നിറച്ച് ബുഷിയായിട്ട് പൂക്കളുണ്ടാവും. ഒത്തിരി പന്തലിക്കാണ്ട് ഒരു ചട്ടിയിൽ ഒതുക്കി വളർത്താൻ പറ്റുന്ന ചെടിയാണ്. ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 280 രൂപയാണ് കേട്ടോ. നല്ല കരുത്തുള്ള പ്ലാന്റ്സ് ആണ്. ഇല മറഞ്ഞു പൂക്കളുണ്ടാകുന്ന ചെടി അടിപൊളി വെറൈറ്റിയാണ്. കുഞ്ഞു പൂക്കളാണ്, പക്ഷേ എണ്ണത്തിൽ കൂടുതലുണ്ടാവും പൂക്കൾ. അതാണ് ഇതിൻ്റെ വ്യത്യാസം. പിന്നെ കളറും നല്ല ബ്രൈറ്റ് അല്ലേ. ഇത് നിലവിലുള്ള സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല, വേഗം തന്നെ ഓർഡർ ചെയ്യുക. അടുത്ത കിഡ് വെറൈറ്റി എന്ന് പറയുന്നത് ടാങ്ലോങ് ട്വിസ്റ്ററിൻ്റെ റെഡാണ്. നല്ല കട്ട ചുമപ്പ് കളറിൽ കരുകുരാന്ന് കുറേ പൂക്കൾ അതിലുണ്ടാവുക. നല്ലൊരു വെറൈറ്റിയാണ്. ഒരു പ്രത്യേക ഷേപ്പിലുള്ള പൂക്കളാണേ. നന്നായിട്ട് എന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഇടത്തരം സൈസിലുള്ള നല്ല തണ്ടുകെട്ടിയുള്ള ചെടിയാണ് കേട്ടോ അത്. ഇതൊരു പ്ലാന്റിൻ്റെ റേറ്റ് 380 രൂപയാണ്. ഏറ്റവും അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് വിലകൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. അടുത്തത് ടോർച്ച് വെറൈറ്റിയാണ്. ടോർച്ച് കത്തി നിൽക്കുന്ന പോലെയാണ് ഈ ചെടി നിൽക്കുക. ഇത് കണ്ടോ, മറ്റുള്ള ചെടികളിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസമല്ലേ ഇതിന്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 350 രൂപയാണ്. ഏകദേശം പ്ലാന്റ് സൈസ് ഇങ്ങനെയൊക്കെയാണ് വരിക കേട്ടോ. ടോർച്ച് വെറൈറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത സൂപ്പർ പ്ലാന്റ് എന്ന് പറയുന്നത് ടാങ്ലോങ് പീച്ചാണ്. തനി പീച്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു പീച്ചും ഓറഞ്ചും ഒക്കെ കലർന്ന പൂക്കൾ. നല്ല വെയിലത്താണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ കിടിലൻ കളറാണ്. ഇത് കണ്ടോ, കൊതിയാവട്ടെ കണ്ടു കഴിഞ്ഞാൽ. ഇതിൻ്റെ പൂക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അങ്ങ് ഫുള്ള് വിരിയില്ല, ഒരു മുക്കാ ഭാഗമാണ് വിരിഞ്ഞ് നിൽക്കുക. സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇതാണ്. ഇതിലൊക്കെ പൂക്കൾ അങ്ങ് വിരിഞ്ഞ് കളറായിട്ട് വരുന്നേ ഉള്ളൂ. മുഴുവൻ വിരിഞ്ഞ പൂക്കൾ ഞാനിവിടെ കൊണ്ടുവന്ന വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പാക്ക് ചെയ്ത് തരുവാറാകുമ്പോഴേക്കും അതിലത്തെ പൂക്കളൊക്കെ തീർന്നുണ്ടാവും. അതുകൊണ്ട് മാക്സിമം ഞാൻ മൊട്ടുകളുള്ള ചെടികൾ എടുക്കാറ്. ഇതൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 370 ആണ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് 21 ജ്വല്ലിൻ്റെ മജന്ത കളറ്. ഇതിങ്ങനെ തുമ്പത്ത് ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് പൂക്കൾ, നല്ല രസമല്ലേ. ഇതൊക്കെ കുറച്ച് പ്രായത്തെ ചെടിയാണ്, ട്രിം ചെയ്ത് നല്ല ഭംഗിയായിട്ട് നിർത്തിയേക്കുന്നതാണ്. ഇതിൻ്റെ തന്നെ യെല്ലോയും പിങ്കും നമുക്കിപ്പോൾ അവൈലബിൾ ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വീഡിയോകളിൽ അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കാണിക്കാത്തത്. അതിനൊക്കെ പക്ഷേ ഒരു പീസിന് 300 രൂപ വെച്ച് റേറ്റ് വരുന്നുണ്ട്. ഈ ഒരു മജന്ത കളറിൻ്റെ പ്ലാന്റിന് നമുക്കൊരു പ്ലാന്റ് റേറ്റ് വരുന്നത് 220 രൂപയാണ് കേട്ടോ. സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇതാണ്. വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഇത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ നിറച്ച് പൂവായിരുന്നു. പൂവൊക്കെ അപ്പോൾ കൊഴിഞ്ഞു പോയി. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ ഒത്തില്ല. ഇനി നമ്മുടെ റൂബി റെഡ് വാങ്ങാനായിട്ട് മോഹിച്ചിരിക്കുന്നവർക്ക് ഇതാ റൂബി റെഡിൻ്റെ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ എന്താ റൂബി റെഡ് കൊണ്ടുവരാത്തതെന്ന് ഒത്തിരി പേരായി ചോദിക്കണം. നമുക്ക് ഈ ചെടി റെഡിയായി കിട്ടണ്ടേ, വെള്ളോണം കിട്ടിയാൽ പോരല്ലോ, നമുക്ക് തൃപ്തിയുള്ള രീതിയിൽ കിട്ടണ്ടേ, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. സാമാന്യം തരക്കേടില്ലാത്ത ചെടികൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 400 രൂപയാണ്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണെന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നവരൊക്കെ വേഗം ഓർഡർ ചെയ്യുക കേട്ടോ. ഇനി നമുക്കൊരു വ്യത്യസ്തതയുള്ള ബോഗൺവില്ല വെറൈറ്റി കാണാം. ഇത് കണ്ടോ, ഇത് സിൽവർ റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾ ശരിക്കും സിൽവർ കളറിലായിരിക്കുക. പൂക്കൾ നമ്മുടെ ഡോക്ടർ റാവുവിൻ്റെ പൂക്കളില്ലേ, എനിക്ക് ഏകദേശം അതിൻ്റെ പൂക്കൾ പോലെയാണ് തോന്നുന്നത്. റെഡ് കളർ പൂക്കളാണ്. ഈ സിൽവറിൽ ഈ റെഡ് കളർ പൂക്കൾ വരുമ്പം ഒരു പ്രത്യേക അഴകുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ പച്ച ഇലയിൽ സിൽവർ ചായം തേച്ച് പിടിപ്പിച്ച പോലെയാണ് അതിൻ്റെ ആ ഒരു ഷെയ്ഡ് വരുന്നത്. ഇതൊരു പ്ലാന്റിൻ്റെ റേറ്റ് 320 രൂപയാണ് കേട്ടോ.
ബോഗൺവില്ലയുടെ സെയിലൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടായി വരുന്നതേ ഉള്ളൂ. ആരംഭത്തിലായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല ചെടികളൊക്കെ ഈ ഒരു വിലയിൽ കിട്ടുന്നത്. ലാസ്റ്റ് ആകുമ്പം വില കൂടും, ചെടിയുടെ വലിപ്പം കുറയും, അങ്ങനൊരു വിഷയമുണ്ട്. ഇനി നമുക്ക് ബോഗൺവില്ലയിൽ ചിത്രശലഭം വന്നിരിക്കണ കാണണ്ടേ. ഇതാണ് ബോഗൺവില്ലയുടെ ബട്ടർഫ്ലൈ വെറൈറ്റി. ഇതൊക്കെ നല്ല ചെടികളാണ്, കരുത്തുള്ള ചെടികളാണ്. മുട്ടായി വരുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ധൃതി കൂട്ടുന്നതുകൊണ്ട് ഞാനും ധൃതി പിടിക്കുകയാണ്. പൂക്കളായി വരുന്നതിന് മുമ്പേ അങ്ങ് സെയിലിന് വെച്ചു. ബട്ടർഫ്ലൈയുടെ പൂക്കൾ എങ്ങനെ ആയിരിക്കാമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലിപ്പം ബട്ടർഫ്ലൈയിൽ പൂവായി വരുന്നുണ്ട്, കണ്ടോ. അത് കാണിച്ചു തരാം. എൻ്റെ ഇന്നത്തെ സെയിൽ ലിസ്റ്റിലുള്ള പ്ലാന്റിൻ്റെ പൂക്കൾ ഈ കളറല്ല കേട്ടോ, അത് കുറച്ച് റെഡ് കളർന്ന പൂക്കളാണ്. ഇതൊരു പിങ്കും മജന്തയും ചേർന്ന ഷെയ്ഡാണ്. പക്ഷേ പൂവിൻ്റെ സ്ട്രക്ചർ സെയിം തന്നെ ആയിരിക്കും കേട്ടോ. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 340 ആണേ. ഇനി ഈ ഷെയ്ഡ് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ സൂപ്പർ അല്ലേ. ചോക്ലേറ്റ് ബ്രൗൺ ബോഗൺവില്ലയാണ് ഇതിപ്പം എൻ്റെ വീട്ടിൽ പൂത്ത് നിൽക്കുന്ന ചെടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ്. നല്ലൊരു വെറൈറ്റി കളറാണ്. ബോഗൺവില്ലയുടെ പല വെറൈറ്റീസ് ഇങ്ങനെ നിരന്നിരിക്കുമ്പം അതിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു കളറിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തത തോന്നുന്ന ഒരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ ചെടി നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമുക്ക് ഇതിൻ്റെ സെയിലിനായിട്ടുള്ളത്. ഞാനൊരു പ്ലാന്റ് കാണിക്കുമ്പം അതേ വലിപ്പത്തിലുള്ള പ്ലാന്റാണ് എല്ലാം എന്ന് വിചാരിക്കരുത്. ചിലപ്പം ഇതിനേക്കാളും കുറച്ച് വലിപ്പം ഉണ്ടാവും, ചിലപ്പം ഇതിനേക്കാളും ഇച്ചിരി ചെറുതായിരിക്കും എന്ന് വെച്ച് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ വാങ്ങണ പൈസയ്ക്ക് കിട്ടാവുന്നതിൽ നല്ല പ്ലാന്റാണ് തരിക. ഇതൊരു പ്ലാന്റിൻ്റെ റേറ്റ് 320 രൂപയാണ്. ഇനി ഞാൻ ബോഗൺവില്ല അല്ലാത്തൊരു വെറൈറ്റി ചെടി കാണിച്ചു തരാം. ഡേ ക്വീൻ എന്നാണ് എൻ്റെ പേര്, ദിൻകി റാണി. ഞാൻ നൈറ്റ് ക്വീൻ അല്ലെങ്കിൽ രാത്കി റാണി എന്ന് പറയുന്ന ഒരു ചെടി ഇതിന് മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പൂക്കൾ കുറച്ച് മഞ്ഞ കളറിലാണ്. ഇത് വെള്ള കളറിലുള്ള ജാസ്മിൻ വെറൈറ്റിയാണേ. ഇതൊരു ജാസ്മിൻ വെറൈറ്റിയാണ്, നല്ല സുഗന്ധമുണ്ട്. പിന്നെയെന്ന് പറയുന്നത് വർഷത്തിൽ പല പ്രാവശ്യം ഇതിങ്ങനെ പൂത്ത് നിൽക്കും. ഇതാണ് നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് സൈസ് കേട്ടോ. ഒരു പ്ലാന്റിന് 200 രൂപയാണ് റേറ്റ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ കോർണറിൽ എന്താണുള്ളതെന്ന് നോക്കാം. ഇന്ന് ഒരു അടിപൊളി ഫ്രൂട്ട് പ്ലാന്റ് ആണുള്ളത്, ചക്കരപ്പഴം. ഇംഗ്ലീഷിൽ ഒലോസാപ്പോ എന്നാണ് കേട്ടോ ഈ ഫ്രൂട്ടിൻ്റെ പേര് വരുന്നത്. ഇത് കഴിക്കുമ്പം ഇങ്ങനെ ശർക്കര കഴിക്കുന്ന ഒരു ടേസ്റ്റാണേ. നമ്മുടെ നാട്ടിൽ ഇത് നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടുന്നുണ്ട്, കായ്ക്കുന്നുണ്ട്. നമ്മൾ നട്ട് ഒരു 2-2.5 വർഷം കഴിയുമ്പോഴാണ് കായ്ച്ചു തുടങ്ങുക. ഈ ചെടി കാണാനും ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഇലകളുടെ അടിവശം കണ്ടോ, സിൽവർ കളറിലാണ്. ഇലയുടെ മോൾവശം പച്ച കളർ, അടിവശം സിൽവർ കളർ. അപ്പോൾ അടിയിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഒരു മരമാകും, പക്ഷെ എന്ന് വെച്ചിട്ട് ഒരു പരിധി വിട്ട് പൊക്കം വെക്കില്ല. ഒരു പരിധി കഴിഞ്ഞാൽ ഇങ്ങനെ പടർന്ന് പന്തലിക്കുക ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ഈ ഫ്രൂട്ട് പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇതിൻ്റെ അവൈലബിലിറ്റി തപ്പിപ്പോയത്. ഇതൊരു പ്ലാന്റിന് 450 റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കാ പിടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് സെയിലിന് ഇടാന്ന് വെച്ചത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ സെയിൽ ലിസ്റ്റിലുള്ള എല്ലാ പ്ലാന്റ്സും ഞാൻ കാണിച്ചു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇന്നും പറയുകയാണ് കേട്ടോ. ഓൾറെഡി എൻ്റെ ചാനൽ കാണുന്നവർ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഫാമിലി പയ്യെ പയ്യെ വലുതായി വരുന്നത്. ഇനിയും ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവർ ഞാൻ ഈ പറഞ്ഞതൊക്കെ ചെയ്യാനായിട്ട് മടിക്കല്ല കേട്ടോ. മറ്റ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെ കാണുന്നത് പോലെ എല്ലാവർക്കും അത്ര ടേസ്റ്റുള്ള കാര്യമായിരിക്കണം എന്നില്ല ചെടി പൂവ് കായാന്നൊക്കെ പറയുന്നത്. എന്നിരുന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഇതിനോടൊന്നും ഇഷ്ടമില്ലെങ്കിലും നമ്മൾ പയ്യെ ഇഷ്ടം ഉണ്ടാക്കിയെടുക്കണം. പിന്നെ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർക്ക് DTDC വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയുമാണ് പ്ലാൻസ് അയക്കുക. അതുപോലെ ഗൂഗിൾ പേയും ഫോൺ പേയുമാണ് പേയ്മെൻറ്റ് മോഡ്. ഇനി എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് തിരിച്ചെത്തും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ ബൈ.